ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രൊക്കോളി ക്യാരറ്റ് വെച്ചിട്ട് ഒരു തോരനാണ്, അല്ലെങ്കിൽ ഒരു ഉപ്പേരി എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചെറിയ ഒരു കോളിഫ്ലവർ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ക്യാരറ്റ്, ബ്രൊക്കോളി, കോളിഫ്ലവർ, ഒരു ഉള്ളി, 2 ചെറിയ വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ കുറച്ച് തേങ്ങ, അതുപോലെ ഇത് താളിപ്പാണ്. അതിനുള്ള കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഒക്കെ, പിന്നെ മഞ്ഞളും ഉപ്പും. ബ്രൊക്കോളി ആദ്യം നമ്മൾ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ കോളിഫ്ലവർ ഒക്കെ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അതെടുത്തിട്ട് നമ്മൾ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു ബ്ലെൻഡറിലിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അതേപോലെ ക്യാരറ്റും നമ്മൾ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോന് വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് എന്തൊക്കെയോ തെറ്റുകൾ വരുന്നുണ്ട്, അതൊന്ന് ക്ഷമിക്കണം. ഇവിടെ ഞാൻ തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ബ്ലെൻഡറിലിട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാൻ വെച്ചിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ നാടൻ സ്റ്റൈലിലാക്കാൻ കുറച്ച് താളിപ്പിനുള്ള എണ്ണ എടുക്കുക. ഒരു 2 ടീസ്പൂൺ എണ്ണ മതിയാവും. അതിനകത്തേക്ക് കടുകും വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഞാൻ വഴറ്റാൻ വേണ്ടിയിട്ട് അതിലിടും. കുറച്ച് നന്നായിട്ട് അതിനൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്തേക്ക് ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ഇടാം. ക്യാരറ്റിന് ഇച്ചിരി കൂടി വേവില്ല കാരണം അത് ഫസ്റ്റ് ഇടുന്നത്. അതൊന്ന് നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം. അതിനകത്തേക്ക് ഈ ബ്രൊക്കോളിയും അതേപോലെ നമ്മുടെ കോളിഫ്ലവർ ഉണ്ട് കേട്ടോ ഇതിൽ, 2 മിക്സാണ്. കോളിഫ്ലവർ ഞാൻ ഇച്ചിരി എടുത്തിട്ടുള്ളൂ. അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് സമയം മതി ഇത് കുക്കാവാൻ, ഒരുപാട് ഓവർ കുക്കാവേണ്ട ആവശ്യമില്ല. ഇതിനകത്തേക്ക് നമ്മൾ ആകെ ഇടുന്നത് ഈ മഞ്ഞൾപ്പൊടിയും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പുമാണ്. ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. കറികൾക്കൊക്കെ ഞാൻ കല്ലുപ്പാണ് ഇടുക. ഇതുപോലത്തെ തോരനും ബാക്കി എല്ലാത്തിനും ഞാൻ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. അത് കുറച്ചും കൂടി ഹെൽത്തി വേർഷനാണ്. അങ്ങനെ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നടുക്കേക്കാക്കി തട്ടിയിട്ട് നമ്മൾ അടിച്ചിട്ടൊന്ന് വേവിക്കണം. ഓക്കെ, ഞാനിവിടെ ഗ്ലാസ്സിലിട്ടിട്ടത് നമുക്ക് കാണാൻ എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചില്ലേ, അതും കൂടി ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ഈ തോരൻ റെഡി ആയിരിക്കുകയാണ്. നല്ല ചൂടോടെ സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.